Question paper revision, chapter 12, thermodynamics, part 1. 2020 മാർച്ചിൽ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒബ്സർവ് ഗിവൺ ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഈസ് ദാറ്റ് ഹീറ്റ് എഞ്ചിൻ ഓർ റെഫ്രിജറേറ്റർ? തന്നത് ഹീറ്റ് എഞ്ചിൻ ആണോ റെഫ്രിജറേറ്റർ ആണോ? ഇവിടെ ആരോ മാർക്ക് നോക്കിയിട്ടാണ്, ആരോ മാർക്ക് പുറത്തേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് ആരോ മാർക്ക് ഇവിടെ റൈറ്റിലേക്കാണ്. നമ്മൾ ആൻസർ ചെയ്ത വരുന്നത് ഹീറ്റ് എഞ്ചിൻ ആണ്. Write the 4 steps of operation in Carnot cycle. Carnot cycle la 4 steps of operations ഏതൊക്കെയാണ്? Isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. അടുത്ത question. A refrigerator is to maintain eatables kept inside at 90 degrees centigrade. If room temperature is 36 degrees centigrade, calculate the coefficient of performance. രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണുന്ന റെഫ്രിജറേറ്ററിന്റെ ഫോർമുല ഇതാണ്. കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇസ് ഈക്വൽ ടു രണ്ട് ഫോർമുല ഉണ്ട്, Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2 അല്ലെങ്കിൽ T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. അതിൽ Q2 Q1 ഒക്കെ ഹീറ്റ് ആണ്, T1 T2 ഒക്കെ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ T1ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? T1 ഈസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആണ്, 36 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിനെ നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 273 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 309 കെൽവിൻ കിട്ടി. ഇനി T2 എന്ന് പറഞ്ഞാൽ ലോവർ ടെമ്പറേച്ചർ ആണ്, 9 ഡിഗ്രി സെന്റിഗ്രേഡ്. 273 പ്ലസ് 9, അപ്പോൾ നമുക്ക് എത്രയാണ്? 282 കെൽവിൻ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് T2 by T1 minus T2, അതായത് 282 divided by 309 minus 282. അപ്പോൾ നമുക്കൊന്ന് 282 by 27 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10.44. അതാണ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ വാല്യൂ. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. Carnot cycle for heat engine with an ideal gas as working substance is shown below. Carnot ആ സൈക്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. Name the 4 process taking place in Carnot cycle. നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഏതൊക്കെയാണ്? 4 പ്രോസസ്സുകൾ: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. Can a Carnot engine work if its sink and source are interchanged? Explain. അപ്പോൾ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്താൽ ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമോ? എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വർക്ക് ചെയ്യും. യെസ്, ഇറ്റ് ആക്ട്സ് ആസ് റെഫ്രിജറേറ്റർ. അപ്പോൾ അത് എന്തായിട്ട് മാറി? റെഫ്രിജറേറ്റർ ആയിട്ട് മാറി. അടുത്തത്, ഡിറൈവ് ദ റിലേഷൻ Cp മൈനസ് Cv is equal to R, where Cp and Cv are molar specific heat of an ideal gas at constant pressure and volume respectively, and R is universal gas constant. Cp minus Cv is equal to arc derivation, അതായത് മേയേഴ്സ് റിലേഷന്റെ ഡെറിവേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ക്യൂവിനെ നമ്മൾ Cp ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ യുവിനെ Cv ഇൻറ്റു ഡെൽറ്റ ടി, അതുപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യുവിനെ ആർ ഇൻറ്റു ഡെൽറ്റ ടി. 3 വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ Cp ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു Cv ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. എല്ലാറ്റിൽ നിന്നും ഡെൽറ്റ ടി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Cp മൈനസ് Cv ഈസ് ഈക്വൽ ടു ആർ. അതാണ് മേയേഴ്സ് റിലേഷൻ. 2019 മാർച്ച് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഷോൺ ബിലോ. ഹീറ്റ് എഞ്ചിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. മോഡിഫൈ ദ ഗിവൺ ഡയഗ്രാം ഫോർ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്ററിന് ഈ ഫിഗർ മാറ്റി വരയ്ക്കാം. അപ്പോൾ ആരോ മാർക്കിൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, വേറൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിനിൽ മുകളിലേക്കാണ് ഇവിടെ ഉള്ളത് ആരോ മാർക്ക്, ഇവിടെ എന്താണ് താഴത്തേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആരോ മാർക്ക്, ഇവിടെ എന്താണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അതാണ് വ്യത്യാസം വരുന്നത്. Write the equation for coefficient of performance of refrigerator. റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഫോർമുല ആൽഫ ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2 അല്ലെങ്കിൽ T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു ഇക്വേഷൻ ആണ്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിൽ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ് ആണ്, ഡെൽറ്റ യു ഇന്റേണൽ എനർജി ആണ്, ഡെൽറ്റ ഡബ്ല്യു എക്സ്റ്റേണൽ വർക്ക്. ഇൻ ദ ഗിവൺ ഡയഗ്രാം, നേരത്തെ തന്നിട്ടുള്ള ഡയഗ്രത്തിൽ T1ന്റെ വാല്യൂ തന്നിട്ട് 900 കെൽവിൻ ആണ്, T2 300 കെൽവിൻ ആണ്, Q1ന്റെ വാല്യൂ തന്നിട്ട് 6400 ജൂൾ പെർ സൈക്കിൾ ആണ്, Q2ന്റെ വാല്യൂ കാണണം.
അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസിയുടെ ഫോർമുല അറിയാം, 1 മൈനസ് Q2 ബൈ Q1 അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1 ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q2 ബൈ Q1 ഈസ് ഈക്വൽ ടു T2 ബൈ T1 കിട്ടി. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ Q2വിന്റെ ആ വാല്യൂ നമുക്ക് കിട്ടി Q1 T2 ഡിവൈഡഡ് ബൈ T1. അപ്പോൾ 6400 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 900 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2133.33 ജൂൾ പെർ സൈക്കിൾ ആണ്.